ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും എൻ്റെ വീടെന്ന് എനിക്ക് പറയാവുന്ന ഒരു വീട്ടിലേക്കാണ്. എനിക്ക് അനുജന്മാരില്ല, പക്ഷേ എനിക്ക് 2023 ജൂലൈ 26 മുതൽ എനിക്ക് നല്ല ഒരു അനുജനുണ്ട്. അനുജൻ്റെ പേര് അനൂപ് എന്നാണ്. അനറ്റും ആരോണും എയ്ഡനും 3 മക്കൾ അനൂപിനും അനൂപിൻ്റെ ഭാര്യ സോണിയയ്ക്കും അവർക്ക് ദൈവം ദാനമായി കൊടുത്തു. 2023 ജൂലൈ മാസം 26 പോങ്ങുമൂട് അൽഫോൻസ പള്ളിയിൽ രാവിലെ ഒറ്റയ്ക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനെ അവിചാരിതമായി കണ്ട് അവൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ ചോദിച്ചപ്പോൾ മിഴികോണുകളിലൂടെ കണ്ണുനീര് ചാലുകീറി ഒഴുകി കൈവിരിച്ചു പിടിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന അനൂപ് എന്നെ നോക്കി അവൻ്റെ പേര് പറഞ്ഞു. അനൂപ്. കുട്ടിയുടെ പേര് എയ്ഡൻ. ക്യാൻസർ രോഗത്തിന് ചികിത്സയ്ക്കായിട്ട് മകനെയും കൊണ്ട് വന്നിരിക്കുന്നതാണ്. അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടിയാണ് അവൻ വന്നത്. ഈ വീട്ടിൽ ഞാൻ പിന്നീട് 2-3 തവണ കൂടി വരേണ്ടി വന്നു. ഒന്ന് കുട്ടിയുടെ രോഗം കലശലായിരിക്കുന്ന സമയത്തും പിന്നീട് അവനെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞയക്കേണ്ട നിയോഗത്തിനായിട്ട്. ഓരോരുത്തരും ലൂർദ് മാതാ കെയറിലോട്ട് വരുമ്പം അവർക്ക് എന്തോരം ലൂർദ് മാതാ കെയർ പ്രിയപ്പെട്ടതാണ്. അതുപോലെ ലൂർദ് മാതാ കെയറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൊച്ചുമോനായിരുന്നു എയ്ഡൻ. ആ എയ്ഡൻ്റെ വീട്ടിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇത് എയ്ഡൻ്റെ അച്ഛൻ അനൂപ്, അമ്മ സോണിയ. ഇത് അനൂപേട്ടൻ്റെ അച്ഛനും അമ്മയാണ് ഇതൊക്കെ. അപ്പം ഇപ്പം ഏറ്റവും ഇത്രയും ലൂർദ് മാതാ കെയറിന് ഇത്രയും പ്രിയപ്പെട്ടതായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ലൂർദ് മാതാ കെയർ ഞങ്ങൾ ഇത്രയും മറക്കാതിരിക്കാൻ കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ കെയറിങ് ആണ്. പിന്നെ ഞങ്ങൾ വളരെ ദുഃഖിച്ചൊരവസ്ഥയിലാണ് അവിടെ വന്നത്. ആ ഒരു കുറച്ച് ദിവസം ഞങ്ങളവിടെ താമസിച്ചതും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറി ഞങ്ങളൊരു കുടുംബം പോലെയാണ് പിന്നെ ജീവിച്ചത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് എല്ലാവരും അവിടുത്തെ സിസ്റ്റേഴ്സ് ആയാലും അച്ഛനായാലും മറ്റുള്ള എല്ലാവരായാലും നമ്മുടെ സ്വന്തം പോലെയായിരുന്നു ഞങ്ങളോട് പെരുമാറിയതും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ ആ വേദനകളൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലും. എങ്ങനെയായിരുന്നു ലൂർദ് മാതാ കെയറിലോട്ട് വന്ന് എത്തിയത്? അച്ഛൻ പറഞ്ഞ പോലെ അനുപേട്ടൻ അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ വെച്ച് കണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും കൊച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. കൊച്ചിന് ഭയങ്കര പെയിനുള്ള സമയമായിരുന്നു. കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ലൂർദ് മാതയിൽ ചെന്നതിന് ശേഷം കൊച്ചിന് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ജോയിൻറ്റ് പെയിനൊക്കെ ആയിരുന്നു. അവിടെ ചെന്ന് കീമോ സ്റ്റാർട്ട് ചെയ്ത പിന്നെ അവൻ നടന്ന് ഓടി നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും അവൻ ഭയങ്കര പ്രിയപ്പെട്ട കുട്ടി. അവൻ്റെ ഏജിലുള്ള ആരും ഉണ്ടായിരുന്നില്ല, ചെറിയ കുട്ടി അവനായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവന് വളരെ ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ കയ്യിലേക്ക് ഓടി പോവുമായിരുന്നു. അങ്ങനെ അവിടെ പിന്നെ അനുപേട്ടനെ ആയാലും അച്ഛന് വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒരു കുടുംബം പോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു പോയതുകൊണ്ട് ഇത്രയും വലിയ സങ്കടമായെങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ സിസ്റ്റേഴ്സാണെങ്കിലും അച്ഛനാണെങ്കിലും അവിടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പക്ഷെ ആയിരിക്കുന്നൊന്നുമല്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് പറയും. കാരണം മുൻപോട്ടേക്ക് വേണ്ട എന്നുള്ള തീരുമാനം വരെ എത്തിയായിരുന്നു. എനിക്ക് അവനിവിടെ നിന്ന് ഞങ്ങൾ തോളത്തിട്ടൊക്കെ ഉണ്ടായി. അവൻ നടക്കില്ലായിരുന്നു. ഭയങ്കര തളർന്ന് കിടക്കായിരുന്നു. തോളത്ത് ഇങ്ങനെ തളർന്ന്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനൊന്ന് നടന്ന് കണ്ട് ഒന്ന് ഓടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചായിരുന്നു. അവൻ ശരിക്കും ഓടി കളിച്ചത് ആ ലൂർദ് മാതയുടെ നടുത്തളമല്ലേ, അവിടെയാണ് പിന്നെ അവൻ ശരിക്കും ഓടി കളിച്ച് നല്ല മിടുക്കനായിട്ട് ഓടി കളിച്ചത്. അവിടെ നിന്ന് പിന്നെ ഇവിടേക്ക് വീട്ടിലേക്ക് വന്നതും വീണ്ടും അവൻ രോഗത്തിൻ്റെ ഇത് മൂർച്ഛിച്ച് പതുക്കെ ഔഷധിയായി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് RCCയിൽ ചികിത്സയില്ല, ഇനി കൊച്ചിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. അവൻ്റെ ക്യാൻസർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ക്യാൻസറായിരുന്നു. അതിന് ക്യൂർ ഇല്ലാത്തൊരു ക്യാൻസറായിരുന്നു. ന്യൂറോബ്ലാസ്റ്റോമ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോഴും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിന് എത്ര ചിലവായാലും ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ അച്ഛൻ കൂടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു.
അച്ഛൻ പോയി ഡോക്ടറിനോട് സംസാരിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാത്തിനും മോബിനച്ഛൻ സപ്പോർട്ടിനുണ്ടായിരുന്നു. നമുക്ക് അവിടെ നല്ലൊരു ആശ്വാസമായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല പല പല കാരണങ്ങളുണ്ട്. അങ്ങനെ 3ാമത്തെ ബർത്ത്ഡേ മോബനച്ചനാണ് അവിടെ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിച്ചതും. ഓർമ്മയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണത്. അച്ഛൻ എടുത്തു പിടിച്ച് അച്ഛനാണ് കൊച്ചിനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചതും. അങ്ങനെ അത്രയും നന്നായിട്ട് അവിടെ ആരുടെയും ആഘോഷിച്ചിട്ടില്ല എന്നാണ്. ഞങ്ങൾ നിന്നപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവന് എല്ലാം സ്പെഷ്യലായിരുന്നു. പാട്ടുകാർ വരെ ഉണ്ടായിരുന്നു അവിടെ. ഒരു പേരൻസ് എന്ന നിലയിൽ നിങ്ങളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴും സത്യത്തിൽ നമുക്കൊരിക്കലും അതിന് സാധിക്കില്ല. ഇപ്പോഴും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അവൻ പോയിന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എനിക്ക് ഇവനുണ്ടാകുന്നത് എൻ്റെ മൂത്ത 2 പിള്ളേരും കഴിഞ്ഞ ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ഇവനുണ്ടാകുന്നത്. അപ്പം അത്രയും നാൾ കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ആ കൊച്ചിനോട് കൂടുതൽ സ്നേഹം. പിന്നെ അങ്ങനെ അവനൊരു സ്പെഷ്യൽ ബേബി ആയിരുന്നു. ബാക്കി പിള്ളേരൊക്കെ പോലെ ആയിരുന്നില്ല. ചെറുപ്പത്തിൽ പറഞ്ഞനുസരിക്കുകയും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ മടി അങ്ങനെ ഒന്നുമില്ല. നല്ല ഹെൽത്തി ബേബി ആയിരുന്നു. അവൻ ആ അസുഖം വരുന്നതിന് തൊട്ട് ഒരു 3 മാസം അത്രയും ഞങ്ങൾ അറിയുന്ന ആ സമയം 2.25 വയസ്സ് അത്രയും വരെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബേബി ആയിരുന്നു. അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത അത്ര ഹെൽത്തി ആയിരുന്നു അവൻ. പെട്ടെന്ന് എങ്ങനെയായിരുന്നു അറിഞ്ഞപ്പോൾ? ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവന് വൊമിറ്റിങ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പിന്നെയും വൊമിറ്റിങ് വന്നു. പിന്നെ അതിനിടയ്ക്ക് ഭയങ്കരൊരു വേദന വന്നു. അപ്പം ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ LF കൊണ്ടുപോയി, ലിസി കൊണ്ടുപോയി, അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലാസ്റ്റ് നമ്മൾ അവരോട് CT സ്കാൻ ചെയ്യണമെന്ന് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ലിസി പോയി CT സ്കാൻ ചെയ്ത് അപ്പോഴും അവർക്ക് ഏത് ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ന്യൂറോബ്ലാസ്റ്റോമ എന്നുള്ള ഇതിലേക്ക് എത്താൻ പിന്നെയും മാസങ്ങളെടുത്തു കണ്ടുപിടിക്കാൻ. ഓൾറെഡി 4th സ്റ്റേജ് ആയി. ലിംഫോമ അങ്ങനെ വേറെ ക്യാൻസറുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അമൃതയിൽ വെച്ചിട്ടാണ് ഇത് അറിയുന്നത്, കൺഫേം ചെയ്യുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ അവിടെ പീഡിയാട്രിക് വിങ് ഇല്ലാത്തത് കൊണ്ട് പീഡിയാട്രിക് ആകപ്പാടെ തിരുവനന്തപുരത്ത് RCCയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അവർക്കും ഹോപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ നമ്മളോട് അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. നമ്മൾ ഇനി തിരുവനന്തപുരത്ത് പോവുകയോ കാണുകയോ ചെയ്തിട്ടില്ല. എങ്ങനെയാണെന്നറിയാതെ നമ്മൾ അപ്പോഴും ഇവിടെ നിന്ന് നമുക്ക് 80% ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതയിൽ നിന്ന്. അവിടെ ചെന്ന് RCCയിൽ ഞങ്ങളോട് പറഞ്ഞത് 20% പോലും ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ജസ്റ്റ് കീമോ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എയ്ഡൻ ഇരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിൽ തന്നെയാണ് എയ്ഡൻ ഇരിക്കുന്നത്. അതാണ് ഇപ്പോഴും എന്താ പറയുക, ദൈവത്തിൻ്റെ അടുത്തുണ്ടല്ലോ. അവന് എല്ലാ കുദാശകളും സ്വീകരിച്ച് അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് സ്വീകരിക്കാൻ വളരെ ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു. കുർബാന സ്വീകരിക്കാൻ. ഇപ്പം മോബനസിൻ്റെ കുർബാനയുടെ സമയത്താണെങ്കിലും അവൻ ഒരു പ്രാവശ്യം ക്യൂവിൽ നിന്ന് അച്ഛൻ കൊടുത്തില്ല എന്ന് 2ാമത്തെ പ്രാവശ്യം പിന്നെയും പുറകിൽ വന്ന് നിന്ന് പിന്നെയും അച്ഛൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വിടും. അത്ര ആഗ്രഹമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അവൻ ഭയങ്കര പെയിനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് കുദാശ കൊടുക്കുന്ന സമയത്ത് അവൻ അത്ര പെയിനിലും അവൻ കൈ കൂപ്പി നാക്ക് നീട്ടി സ്വീകരിച്ച് അത് പിന്നെ അവന് പെയിൻ ഉണ്ടായിട്ടില്ല. ഒക്കെ സ്വീകരിച്ച് അത് കഴിഞ്ഞ് അവൻ തോളത്ത് അനുവേണ്ട കയ്യിലായിരുന്നു തോളത്ത് കിടന്നു. പിന്നെ എൻ്റെ അടുത്ത് കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ശ്വാസം മുട്ടാണ് അവന് വന്നത്. 3 പ്രാവശ്യം വന്നു. അങ്ങനെയാണ് അവൻ മരിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ അവന് സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടായിരുന്നില്ല. എപ്പോഴും പെയിനായിട്ട് നമ്മൾ മോർഫിൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അവന് പെയിൻ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങൾ അവനിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അവനിങ്ങനെ ബ്ലീഡിങ് ആയിരുന്നു ഒരു പ്രാവശ്യം. നമ്മളിവിടെ പാലിയേറ്റീവ് കെയറിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചായിരുന്നു. തിരിച്ച് വന്നപ്പം അവൻ ഭക്ഷണം കഴിച്ച് കുറേ ദിവസമായിരുന്നു. തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയത്ത് എൻ്റെ ഒപ്പം ഇരുന്ന് അവൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ നോർമലായിട്ട് അപ്പിടുമ്പോഴായിരുന്നു ബ്ലീഡിങ് നോർമലായിട്ടാണ് പിന്നെ അവൻ അപ്പിയിട്ടത്. അപ്പം അവന് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലയെന്ന് ദൈവം ഞങ്ങളെ കാണിച്ചു തന്നു. പക്ഷെ ദൈവത്തിൻ്റെ തീരുമാനം നമ്മൾ ഇതായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ ദൈവം നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അവന് നമുക്ക് ദൈവം തന്നില്ല. വേദന കൊണ്ട് ആദ്യം കരയായിരുന്നു. അത് ഇവൻ്റെ കരച്ചിൽ കണ്ട് ഞങ്ങളും കൂടെ കരയുമ്പോൾ പിന്നെ അവൻ കരഞ്ഞിട്ടില്ല. പിന്നെ അവൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ കാണിച്ചിട്ടുള്ളൂ.
വേദനയൊന്നും ഇല്ല അമ്മേ, കരയണ്ട, അങ്ങനെ പറയുമോ? അങ്ങനെ ഒരു പറയാനുള്ള ഒരു പിന്നെ പക്വത ഉണ്ടായിരിക്കണം. വേദന എടുക്കുകയാണെങ്കിൽ അവനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മോനെ എന്ത് പറ്റി, ഈശോപ്പോട് പ്രാർത്ഥിക്കേ എൻ്റെ വേദന മാറാൻ എന്നേ പറയുള്ളൂ അവൻ. ഈശോപ്പേന്ന് വിളിക്കുന്നൊക്കെ പറയാം. ഇപ്പം എയ്ഡന് പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് അമ്മച്ചിക്ക് എന്താ തോന്നി? എനിക്ക് പിന്നെ പറയാൻ പറ്റി, കുറേ കരഞ്ഞു. അത് തന്നെ അവിടെ കുറച്ച് കരഞ്ഞു, അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റി. പക്ഷെ അവനിങ്ങനെ പോകും എന്നുള്ള വിചാരം ഉണ്ടായില്ല കേട്ടോ, അതൊരിക്കലും ഉണ്ടായില്ല. ദൈവം ഒരു മാലാഖയായി അവനെ സ്വർഗത്തിൽ ഈ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥാപിച്ച് നിർത്തിയിരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കും വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ജോബച്ചനാണ്. ജോബച്ചൻ അനൂപിൻ്റെ അനുജനാണ്. ജോബച്ചൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനൂപിനും ഉണ്ട്, അനൂപിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോബച്ചനും ഉണ്ട്. അങ്ങനെയാണ് അപ്പച്ചനും അമ്മച്ചിയും മക്കളെ വളർത്തിയിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പെങ്ങളും കൂടി ഉണ്ടല്ലേ? ആ, ഇത്രയും സാഹോദര്യമുള്ള ഒരു വീട്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ എല്ലാ കാര്യത്തിലും സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ജീവിതത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലേ അവർക്ക് കുറവുള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് വലിയ മികവാണ്. പക്ഷെ ഉള്ള സമ്പത്തിലും അവർ സംതൃപ്തരായി മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട സോണിയയെ എനിക്ക് മറ്റെല്ലാ പേരൻസിൽ നിന്ന് ഇവരെ വ്യത്യസ്തരായിട്ട് കണ്ടിട്ടുള്ളതാണ്. കുഞ്ഞിൻ്റെ മരണം നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് അല്ലേ? ഏപ്രിൽ 15. പക്ഷെ ഡിസംബർ അവസാനത്തെ ആഴ്ച മുതൽ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കാൻ ഒരുങ്ങി തുടങ്ങിയിരുന്നു. അവരോട് എന്താണ് പറയേണ്ടതെന്നൊന്നും അറിയാൻ വയ്യാതെ നിൽക്കുന്ന സമയങ്ങൾ, അവരെൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന സമയം, എല്ലാ ദിവസവും കുഞ്ഞ് എനിക്ക് ഉമ്മ തന്നിട്ട് പോകുന്ന സമയങ്ങൾ, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ രണ്ടുപേരും ഞാൻ അടുത്ത് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എനിക്ക് സോണിയയോട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു, അവർ വ്യക്തിപരമായി എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ ഞങ്ങളവനെ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് അത്രമാത്രം വിശ്വാസമുള്ള മാതാപിതാക്കൾക്കൊക്കെ മാത്രമേ ഉള്ളൂ. ദൈവം തന്ന കുഞ്ഞാണെന്ന് നല്ല ബോധ്യമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ജോബച്ച, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നോർമലായിട്ട് പോകും. എല്ലാത്തിനും ഒന്ന് സ്വീകരിക്കാനൊക്കെ പറ്റിയോ? ചേട്ടൻ എങ്ങനെയെല്ലാം ഉൾക്കൊണ്ട് തുടങ്ങിയോ? എല്ലാം ഒരുവിധം എല്ലാം ഉൾക്കൊണ്ട് പോകുന്നു. ഇവരുടെ കൂട്ടത്തിലെ ജോബച്ചൻ്റെ ഭാര്യ പ്രിൻസിയുണ്ട്, അതുപോലെ അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, ഇവിടുത്തെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ കൈകളിലൂടെ എല്ലാം അവൻ ഇങ്ങനെ മാറി മാറി ഓടി നടക്കുമായിരുന്നു. എങ്കിലും അവൻ്റെ കണ്ണിൻ്റെയും താഴെ വരുന്ന കറുപ്പ് കാണുമ്പോൾ എൻ്റെയും വിഷമം വർദ്ധിക്കുമായിരുന്നു. കുഞ്ഞിന് ബോൺമാരോയിലേക്ക് മറ്റും അത് സ്പ്രെഡ് ചെയ്യുന്ന അനുഭവങ്ങൾ, രോഗം വർദ്ധിക്കുന്നതിൻ്റെ ക്ഷീണം, അതെല്ലാം ആ മുഖത്ത് നിഴലിക്കുമായിരുന്നു. ആ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴുണ്ട്. അത് അവൻ്റെ ഒരു സഹനത്തിൻ്റെ അടയാളമായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം വരുമോ ഞാനൊരു കാര്യം പറഞ്ഞാൽ? അതായത് ഈ കുഞ്ഞ് എപ്പോഴും ചിരിക്കുമായിരുന്നു, നന്നായിട്ട് ചിരിക്കും. സാധാരണഗതിയിൽ ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുന്നൊരു അസുഖം വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ രോഗികൾക്ക് വയറിനോട് ചേർന്ന് നല്ല അസഹ്യമായ വേദന ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡോക്ടർ മഞ്ജുഷ ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ച കുഞ്ഞിനെക്കുറിച്ച്, ഈ കുഞ്ഞെന്താണ് ഈ കരയാത്തത്? കാരണം എല്ലാ ജോയിൻസിനും പെയിൻ വർദ്ധിക്കും, വയറിൻ്റെ ഭാഗത്ത് ശക്തമായ മിന്നൽ പോലെയുള്ള വേദനകളുണ്ടാകും. അപ്പോൾ ഈ കുഞ്ഞ് ഒരു പ്രാവശ്യം സോണിയയോട് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത്രയും പക്വതയായിട്ട് ഈ പ്രായത്തിലുള്ള 3 വയസ്സുള്ള കുട്ടിയെ സംസാരിക്കുമോ എന്ന് നമ്മൾ വേണമെങ്കിൽ വിസ്മയിച്ചേക്കാം. അപ്പോൾ സോണിയയോട് അന്ന് ഈ കുഞ്ഞ് അതിന് പരിചിതമായ ഭാഷയിൽ പറഞ്ഞു അത്രേ, കുഞ്ഞെന്താ കരയാത്തതെന്ന്. നിങ്ങൾക്കറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ ഒരാവർത്തി ഞാൻ പറഞ്ഞു.
നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരയാത്തത്. അതൊരു മനുഷ്യബുദ്ധിയിൽ നിന്ന് 3-ാമത്തെ വയസ്സിൽ എത്തിവരുന്ന ഒരാശയമല്ല. അത് സ്വർഗം കൊടുക്കുന്ന, അവർക്ക് കൊടുത്ത സമാശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഞങ്ങളുടെ എയ്ഡനെ പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലൂർദ് മാതാ കെയറിൽ നിന്ന് ഒത്തിരിയേറെ ആളുകളിൽ പാവങ്ങളോടും രോഗികളോടുമുള്ള കരുണ എപ്പോഴും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എല്ലാ ദിവസവും 1 രൂപയുടെ ഒരു നാണയം ഈ രോഗികൾക്ക് വേണ്ടി ഇടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വീടുകളിൽ ഒരു ചാരിറ്റി ബോക്സ് കൊടുക്കാറുണ്ട്. പലതുള്ളി പെരുവെള്ളം. ഓൻ അസുഖമായിരിക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു വാങ്ങി എയ്ഡൻ്റെ വലിയ ചികിത്സാ ചെലവുകൾ ഭാരിച്ചുള്ളതിൻ്റെ നടുവിലും ജോബച്ചനും സോണിയായും അനൂപും അപ്പച്ചനും അമ്മച്ചി എല്ലാവരും കൂടി അവർ മുടങ്ങാതെ അവരുടെ ചെറിയ ചെറിയ തൊഴിലുകൾക്കിടയിലും അതിൽ നിന്ന് കിട്ടുന്നതിൽ അതിൽ നിന്ന് വിധവയുടെ കൊച്ചുകാശ് പോലെ അവർ നിറച്ചു വയ്ക്കുമായിരുന്നു. എയ്ഡൻ മരിച്ചിട്ട് 1 വർഷത്തോടെടുക്കാൻ പോകുമ്പോൾ 4 മാസം കൂടി ഇനിയുള്ളൂ അല്ലേ? 8 മാസം കഴിയുമ്പോഴും അവർ ലൂർദ് മാതാ കെയറിനെയും അവിടുത്തെ രോഗികളെ മറക്കാതെ ഈ ശുശ്രൂഷ തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത്.